ഞാൻ ആരുടെയും ലൈഫിലോട്ട് കയറി വരുന്നുണ്ടോ? എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു. എന്തിനാണത് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം. എനിക്കൊന്ന് ചിരിക്കാൻ പറ്റത്തില്ലേ? ഞാൻ സുധിച്ചേട്ടന്റെ മരണത്തിന്റെ ദിവസം ഞാനൊന്ന് എന്റെ വർക്കിനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ലേ? ഇതെന്താ ഇത്ര കുറ്റം? പിന്നെ സുധിച്ചേട്ടൻ എന്റെ ഭർത്താവല്ലേ, നാട്ടുകാരുടെ ഭർത്താവൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് കളിയാക്കലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ എങ്ങനെ ഇടുന്ന ഡ്രസ്സ്, അതായത് സാധാരണ ഇട്ടോണ്ട് നടക്കുന്നതാണ്. ചേച്ചി എന്ത് ഡ്രസ്സ് ഇട്ടാലും കുറ്റമാണ്. നല്ല ഇടപാടാണല്ലോ ഇത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്റെ ഡ്രസ്സ് ഇടാൻ നടന്ന കുറ്റം കാണുമായിരുന്നു. അത് അവരോട് ചോദിക്കേണ്ടി വരും. അവരോടാ ചോദിച്ചത്. അല്ലെങ്കിൽ എന്താ കാണിക്കുന്നത് ചേച്ചി? വയറ് കാണിച്ചു. അതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കും. അത് ചുമ്മാ കാണിക്കുമല്ലേ, കൊണ്ടുവരുത് ഒക്കെ കാണിക്കുമല്ലേ. ഞാൻ ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ്സ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യും. അതെന്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ കാണിച്ചു, ഇനിയും കാണിക്കും അങ്ങനത്തെ ഷൂട്ട്. ലിപ് ലോക്കും വേണേ ചെയ്യും. അതാ ഞാൻ ചോദിക്കുന്നത്, രേണു ചേച്ചിക്ക് കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്ത ഒരു എന്തിനാ ഇരുമാതിരി ഉമ്മയൊക്കെ വെക്കുന്നത്? വാട്സപ്പിൽ അവസാനം അയച്ച മെസ്സേജ്, അവസാനമായി വിളിച്ച കോളോ, ഗൂഗിളിലെ അവസാനത്തെ സെർച്ച്. ഓ, അത് ഞെട്ടിച്ച് കേട്ടോ, അത് ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച്. അതായത് നിങ്ങളുടെ ഭർത്താവിനെയും വേറൊരു സ്ത്രീയെയും ഞങ്ങളിവിടെ വളരെ മോശമായ രീതിയിൽ കണ്ടു, വളരെ മോശമായ രീതിയിൽ. ആള് മാറിപ്പോയെങ്കിൽ എങ്ങനെയാണ് മേഡം നിങ്ങളുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്? നിങ്ങൾ പൊട്ടി വല്ലതും ആണോ? അപ്പോൾ എങ്ങനെയാണ് പിന്നെ പ്രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു? പ്രതീഷ് ഇപ്പൊ എന്താ ചെയ്യുന്ന? പ്രതീഷ് ഞാൻ വർക്ക് ചെയ്യാം. ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ഈ ഒരു ഓൺലൈൻ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ സജീവമായിരുന്നു. ഞാൻ ടിക്ടോക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല കുഴപ്പമില്ല, ഒരു 600-700 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ വ്ളോഗിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് മുമ്പ് കുറെ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേച്ചിയായിട്ട് ചെയ്തപ്പോഴാണ് കുറച്ച് വൈറലായി, ജനങ്ങൾ അറിയാൻ. ചേച്ചി ഒരു വൈറൽ മെറ്റീരിയൽ അല്ലേ? അതെ, സത്യം കാര്യത്തില്. കാരണം ചേച്ചി ചെയ്ത മിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് എയറിലായിട്ടുണ്ട്, പിന്നെയാണ് വൈറലാവുന്നത്. അതെ അതെ അതെ. ആദ്യം എയറിലായിരുന്നോ? ഇല്ല, എനിക്ക് എയറിൽ ആയിട്ടില്ല, എന്താന്ന് അറിയില്ല. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു വർക്ക് പിന്നെയാണ് ഇതായത്. അത് അലൻ വന്നതിന് ശേഷം കുറച്ചൊരു ട്രോള് വന്നു. അലൻ ജോസ് പിടിച്ച് 2 കറക്കൊക്കെ കറക്കിയപ്പോ. അലൻ ജോസ് എങ്ങനെയുണ്ട്? ആള് പാവാണ്, കുട്ടിത്തമാണ് ആൾക്ക്. ഞാൻ കണ്ടത് വെച്ച് പാവ ഒരു മനുഷ്യനാണ്. പാവം അതിന് എന്തെങ്കിലുമൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. തെറിയൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് വിഷമമായി. ചേച്ചി എന്ന് വിളിച്ചിട്ട് നല്ല സുധിച്ചേട്ടൻ ആടിനും വന്നായിരുന്നു. 24 വയസ്സുള്ള ആൾക്ക് പാവമുണ്ട്. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ ആണ്ടായിരുന്നല്ലേ ഇന്നലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും, ഞാൻ ഒരിടത്ത് ഒരു ചെറിയൊരു കമൻ്റായി കണ്ടതാണ്. അന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ 2ാമത്തെ ആൽബത്തിൻ്റെ അനൗൺസ്മെന്റും കഴിഞ്ഞ ദിവസം തന്നെയാണ് നടത്തിയത്. അതൊരു ശരിയായ ഒരു നിലപാടായിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികം അന്ന് എല്ലാവരെയും എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയത് രേണു ചേച്ചി തന്നെ. വിളിച്ചു വരുത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾ ഏത് ആൽബം ചെയ്താലും അവർക്ക് അല്ല, ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു നിങ്ങള് എന്താ ഞങ്ങളുടെ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്നത് പ്രമോഷന്റെ കാര്യത്തിന് ഇവര് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ 5-ാം തീയതി അപ്പൊ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അവര് തന്നെയാണ് ഈ സമയത്ത് നിൽക്കുന്നത് ഹീൽസിൽ. അല്ല, ഞാൻ അപ്പോഴും ചോദിക്കുന്നത് എങ്കിൽ പോലും ഒരു സ്വാഭാവികമായിട്ടൊരു എന്താ പറയാ വേദന നിറഞ്ഞ ഒരു ദിവസമാണല്ലോ. എന്താണെങ്കിലും ആ ഡേറ്റ് എന്ന് പറയുന്നത് രേണുസുധിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്തൊരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അടുത്ത് സങ്കടപ്പെടുത്തുന്ന സമയമല്ലേ? ഞാൻ പറയട്ടെ, സുധിച്ചേട്ടൻ എന്തായാലും മരിച്ചു. സുധിച്ചേട്ടൻ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ് ആ ഒരു ദിവസം. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി നമ്മൾ ആ ദിവസമായിരുന്നോ അത് ചെയ്യേണ്ടതാണ് എന്റെ ചോദ്യം. ഇന്ന് ചെയ്താൽ പോലും അത് തെറ്റില്ല. എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് തെറ്റായിട്ട്? കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സുധിച്ചേട്ടൻ ഇഷ്ടമാണ്. പക്ഷെ ആ ദിവസം തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ചോദ്യം. അത് നിങ്ങളുടെ ചോദ്യം. എനിക്കത് വിഷയമൊന്നുമല്ല. ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. എനിക്ക് എന്റെ പേഴ്സണലി കാണുന്നില്ല. എനിക്ക്
ഇത് അത്ര വൃത്തികേടൊന്നും അല്ല നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി പറയുന്നത്. അല്ല അതന്ന് ആ ദിവസം അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നിലവിൽ ഇറക്കിയത് അതെ, അന്നാണ് ഇതാണല്ലോ, ആൾ ആ ഡേറ്റിനാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ഡേറ്റിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല അപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അത് ക്ലിയർ ആകാത്തതാണോ ക്ലിയർ ആകാത്ത പോലെ നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ ചോദിക്കുന്നത് നിലവിൽ സുധിച്ചേട്ടൻ മരിച്ച ദിവസം സുധിച്ചേട്ടന്റെ ആ ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നവരാണല്ലോ ആ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-50ഓളം പേർ വന്നിരുന്നല്ലേ? 50ഒന്നുമില്ല, ഞങ്ങളുടെ ചാനലിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും ആൾക്കാർ വന്ന ആ ദിവസം തന്നെ നിങ്ങൾ അത് സെലക്ട് നിങ്ങളുടെ രണ്ടാമത്തെ ആൽബത്തിന്റെ പൂർണ്ണമാക്കിയതിനു ശേഷം ആ ദിവസം തന്നെ നിങ്ങളുടെ രണ്ടാമത്തെ ആൽബത്തിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ആ സുധിച്ചേട്ടന്റെ ഫംഗ്ഷനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ആൽബത്തിന്റെ അനൗൺസ്മെന്റിനാണെന്ന് ഞാൻ പറഞ്ഞാൽ. ഞാനൊരു കാര്യം പറയട്ടെ, രാവിലെ കല്ലറയിൽ പോയി, അവിടെയാണല്ലോ സുധിച്ചേട്ടന്റെ ഭൗതിക ശരീരം, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അവിടെ വെച്ച് അനൗൺസ്മെന്റ് ചെയ്തു ഇല്ലല്ലോ? ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നായിരുന്നു പറഞ്ഞാൽ ഇല്ല, വന്നിട്ടില്ല. ആള് ഹിന്ദു തന്നെയാണ്. ജനിച്ചതും ഹിന്ദുവിലാണ്, അടക്കിയത് മാത്രം ക്രിസ്ത്യൻ രീതിയിലാണ്, പക്ഷെ ആള് ഹിന്ദു തന്നെയാണ്. കല്ലറയിൽ വെച്ചാണല്ലോ ചടങ്ങ് നടന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയുന്നത് വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്, തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു പ്രയറും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് അത് അവിടെ തീർന്നു. അതായത് ആ ചടങ്ങ് തീർന്നു. പിന്നെ അപ്പോഴാണ് പ്രൊഡ്യൂസർ വിളിച്ചത്, നമ്മുടെ ആൽബം ഇന്ന് റിലീസ് ആവുകയാണ്, പുതിയ വർക്ക് റിലീസ് ആവുകയാണ്, നിങ്ങളത് പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ. കാരണം അത് അത് വൾഗറല്ലോ, അത് പറയുന്നത് വൾഗറല്ലോ. സന്തോഷമാണ്, സന്തോഷിക്കേണ്ട ദിവസമാണോ അത്? ആ ചടങ്ങ് അവിടെ അതെന്റെ മനസ്സിലെ കാര്യമില്ല, നമുക്ക് വർക്കിനെ പറ്റി പറഞ്ഞേ പറ്റില്ല. അപ്പൊ ആ മനസ്സ് ഒരു അല്പം മോശമായിട്ട് കരുതേണ്ട ഒരു മനസ്സാണെന്ന് ജനങ്ങൾ കരുതിയാൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അതായത് സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്ക് എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ മദറോ എൻ്റെ ആരെങ്കിലും മരണപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദിവസം എൻ്റെ മോശം ദിവസമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയായിരിക്കും എല്ലാവരും, എല്ലാ ജനങ്ങളും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ എല്ലാമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം തന്നെ ഒരു തോന്നിയില്ല, പ്രതീക്ഷനും തോന്നുന്നില്ല. തെറ്റെന്നല്ല എങ്കിൽ പോലും അത് വേണ്ടായിരുന്ന ഒരു കാര്യമല്ലേ? ഒരു വർക്ക് ഇറങ്ങണതിന്റെ കഷ്ടപ്പെട്ടിരിക്കുന്ന വർക്കാണ്. അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് തരാൻ ചോദിച്ചു, അതെടുത്ത് കൊടുത്തു. അത്രേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ മനുഷ്യന്മാര് പറഞ്ഞ ഒരാള് നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാൽ ആ വിട്ട് പോണ ദിവസം നമുക്ക് ഭയങ്കര ഇതായിരിക്കും. ഒരാഴ്ച നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ആ ഒരാഴ്ച സങ്കടം ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞാൽ. അല്ല, മറവിയാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോ സുധിച്ചേട്ടൻ എന്റെ ഇതിൽ പറയുന്ന കേട്ടോ, ഇപ്പൊ നമ്മളെ പോയ ആള് ഒരിക്കലും നമ്മള് സന്തോഷിച്ച് എപ്പോഴും ഇരിക്കണം ഒരാൾ ആഗ്രഹിക്കുക. അപ്പൊ ആ ചേച്ചിക്ക് ആ ഒരു സന്തോഷം ആളങ്ങനെ ആ ലെവലിൽ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അതിൽ അത്ര വലിയൊരു തെറ്റ് എനിക്ക് തോന്നിയില്ല. കാരണം ആള് ഓൾറെഡി ആ ആളാണ് ഓടുന്നത് ഈ ഒരു കാര്യം. ഇപ്പൊ ഒരു ജോബിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, വീട്ടിലത്തെ കാര്യത്തിലാണെങ്കിൽ ശരി, ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് കിട്ടിയാലാണ് നാളെ നമ്മള് എനിക്കിങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല, നാളെ വേറെ വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുടെ ഒപ്പം ഓടാൻ വേറെ ആളെ കുടുംബത്തിൽ ഇല്ല. ഞാൻ എത്ര ദിവസം പരിചരിപ്പിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു കുടുംബത്തില് ഒരു എന്താ പറയാ, ഒരു 100 രൂപ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അച്ഛന്റെ കയ്യിലും ഉണ്ടാവില്ല, അമ്മന്റെ കയ്യിലും ഉണ്ടാവില്ല, അവിടെ ഒറ്റയാളുടെ ഇല്ല, ഇയാൾ തന്നെ പോണം. അപ്പൊ ആള് സൈലന്റ് ആയിട്ട് വിഷമിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇമോഷൻസിന് പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തോന്നിയത്. അപ്പം ഇപ്പോഴും നിലവിൽ പ്രാരാബ്ദം നിറഞ്ഞ ജീവിതം തന്നെയാണോ? എന്തെങ്കിലും നല്ല രീതിയിൽ ഏണിങ്സ് ഒന്നും ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല? ഇല്ല. ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? അഡ്വാൻസ് വന്നിട്ടുണ്ട് 2 വർക്കിന്റെ. കാണിക്കാൻ പറ്റത്തില്ല, ഫോൺ ഇവിടെ ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും അന്ന് കാണിച്ചത് എമൗണ്ട് ഒരു പ്രോഗ്രാമിൽ കാണിക്കുന്നുണ്ടല്ലോ, അത് അന്ന് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എമൗണ്ട് മുഴുവൻ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് കാണിച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല. ജനങ്ങൾ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? ഞാൻ ഷൂട്ടിന് പോണ സമയത്ത്, കണ്ണൂര് തൻസീർഖാന്റെ വർക്കിന് പോണ സമയത്ത് എന്തിനോ ഫണ്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഫണ്ടിനോട് വിളിക്കാറുണ്ട്. അന്ന് അത്രയും ഫണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണ ആളാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഫണ്ട് അയച്ചു കൊടുക്കും. നമ്മുടെ എന്റെ ഒരു ഫണ്ട് ഉണ്ട്, ഫ്രണ്ട് വിളിച്ചാൽ 2000 അയക്കുന്നു പറഞ്ഞാൽ എന്റെ ഉണ്ടെങ്കിൽ എന്താ ഓൺ ദ സ്പോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടാണെ നമ്മൾ 3 തവണ ആലോചിക്കും, എന്നാലും കൊടുക്കും. കൊടുക്കാതിരിക്കത്തില്ല, അവിടെ തപ്പി പിടിച്ചെങ്കിൽ നമ്മൾ കൊടുക്കും.
ചേച്ചി പറഞ്ഞത് ഫണ്ട് വന്നിട്ടില്ല പറഞ്ഞാൽ ഈ വർക്കിന്റെ ഫണ്ട് കിട്ടിയാലേ ഇവന് ആൾക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. അത്രയും എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടാണ് അത്ര മിനിമം ബാലൻസ് പോലും അന്ന് ആളുടെ കയ്യിൽ ഇല്ല. പിന്നെ ജസ്റ്റ് ആ ഇതും കൂടി കണ്ടപ്പോഴാണ് ഞാനും കൺഫേം ആക്കിയത് അത്രേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത്. പിന്നെ ആള് മേടിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിന് ഒരു 5000 രൂപയാണ് ആളുടെ. അതെ അതെ, അത് എനിക്ക് തോന്നുന്നത് ഒരു ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത് അല്ലേ? പ്രതീക്ഷയോടെ തന്നെ അത് പുറത്തു പോട്ടെ. വെറും 5000 രൂപയ്ക്കാണ് ഒരു ചിലത് 3500 അങ്ങനെയൊക്കെയായിരുന്നു. അതേ ഉള്ളൂ അല്ലേ? കേവലം വെറും 5000 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ പാടുപെടുന്നത് അല്ലേ? ജീവിക്കണ്ടേ അല്ലേ? ജീവിച്ചല്ലേ പറ്റൂ. ജനിപ്പിച്ചു, മരിക്കുന്നവരെ ജീവിക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് 100%. നിങ്ങളെ ഈ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിലേക്ക് ഹരാസ് ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും പോയവർ പോയി, പക്ഷേ ജീവിക്കേണ്ടവർക്ക് ജീവിച്ചേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നെ മാത്രം ഇങ്ങനെ ഞാൻ എന്റെ ലൈഫ് എനിക്കറിയില്ല. ഞാൻ ആരുടെ ലൈഫിലോട്ട് കയറി വരുന്നുണ്ടോ? എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു. എന്തിനാണത് എനിക്ക് അറിയത്തില്ല. അല്ല ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം. എനിക്കൊന്ന് ചിരിക്കാൻ പറ്റത്തില്ലേ? ഞാൻ സുധിച്ചേട്ടന്റെ മരണത്തിന്റെ ദിവസം ഞാനൊന്ന് എന്റെ വർക്കിനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ലേ? ഇതെന്താ ഇത്ര കുറ്റം? പിന്നെ സുധിച്ചേട്ടൻ എന്റെ ഭർത്താവല്ലേ, നാട്ടുകാരുടെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ലല്ല, എന്തൊരു കഷ്ടമാ. സുധിച്ചേട്ടൻ നിങ്ങളുടെ ഭർത്താവാണ്. എല്ലാം സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ ആ സമയത്ത് അത് ഇപ്പോഴും ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല. 24 മണിക്കൂർ കരഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കരഞ്ഞോണ്ടിരിക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. താങ്കൾ മാക്സിമം ജനങ്ങളുടെ കാര്യം. അത് ഇത്ര പെട്ടെന്ന് ഒരു പ്രൊവോക്കേഷൻ വന്നത് എവിടെ നിന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട് പറഞ്ഞാൽ ഒരു ഭർത്താവ് വെച്ച സ്ത്രീ ലൈഫ് ലോങ് അടങ്ങി ഒതുങ്ങി. അല്ല പല കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം ആ ആൾക്ക് ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആള് നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തു പോകാൻ പാടില്ല. ഇപ്പോഴും പല ആൾക്കാരുടെയും മൈൻഡിലുള്ള ഒരു സെക്ഷനാണ്. ചേച്ചി ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് എനിക്ക് ബോറാകാത്ത രീതിക്ക് ഡ്രസ്സ് ഇട്ടുണ്ടാവും. എന്നാൽ കൂടി അതിന്റെ താഴെ മരിച്ചിട്ട് അവിടെ കിടന്ന്. ഇന്ന് ഞാനിപ്പോ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് ഞാനൊരു കമന്റ് കണ്ടതാണ്. കമന്റ് ചേച്ചിയുടെ, സത്യം പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കമന്റ്സ് ആണ് അൾട്ടിമേറ്റ്. ചേച്ചിയുടെ അതെ ചേച്ചിയുടെ എന്താ വീഡിയോസ് കാണുന്നതിനേക്കാൾ കൂടുതൽ കമന്റ്സ് ആണ് മനുഷ്യന്മാര് വായിക്കുന്നത്. അത് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഈ ഓരോന്നിങ്ങനെ കുത്തിപ്പൊങ്ങുന്നു. അപ്പം അതിന്റെ അകത്ത് ഞാൻ കണ്ട ഒരു ഇതാണ്, ചേച്ചി ഒരു ജീൻസും ഒരു ടോപ്പ് ഇട്ട് ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്കൊന്ന് വാഗമണ്ണാന്ന് തോന്നുന്നു. വാഗമണ്ണ. അതിന്റെ അകത്ത് ചേച്ചിക്ക് വളരെ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ എന്റെ ഇടയിൽ. ചേച്ചിക്ക് വളരെയധികം ഇണങ്ങുന്നുണ്ട്, ചേരുന്നുണ്ട്. അതെന്റെ ബോഡിക്ക് സന്തോഷമായോ? അതൊക്കെ കേട്ടപ്പോ സന്തോഷമായോ? ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇപ്പോഴല്ലേ കേൾക്കുന്നത്. ഞാൻ ഇതൊന്നും വായിക്കത്തില്ലെന്നേ. ഇതൊന്നും വായിക്കാറില്ല. ചേച്ചിയുടെ വളരെ വൈറലായിട്ടുള്ള ഒരു ഈയിടെ ഒരു അഭിമുഖം നടന്നല്ലോ. ഒരു സ്ത്രീയും ചേച്ചിയും തമ്മിലിരുന്ന് ഒരു പ്രൊവോക്കേഷൻ എന്ന രീതിയിൽ ഒരു ചാനലിൽ നടന്ന ഒരു പ്രോഗ്രാം. അതിന്റെ കമന്റ് ഒന്നും വായിച്ചില്ല. അതിനുശേഷമാണ് ചേച്ചിക്ക് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് റെസ്പോൺസ്. ഈ സാധനം എന്നോട് ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു പോസിറ്റീവ് ആട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി. സന്തോഷമായി. അപ്പം സന്തോഷം എന്താ? എനിക്ക് നെഗറ്റീവ് കിട്ടിയാലും സന്തോഷമാണ്, പോസിറ്റീവ് കിട്ടിയാലും ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരാൾ. നെഗറ്റീവ് കിട്ടിയാൽ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. എന്നാന്നറിയത്തില്ല, മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് ഓരോ നെഗറ്റീവ്സ്. നെഗറ്റീവ് ഇഷ്ടപ്പെടുവാണോ? അതെ, ഇഷ്ടപ്പെടുവാണ്. അങ്ങനെയാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഓരോരോ ഒരു ഊർജ്ജമാണ് നെഗറ്റീവ്സ്. അതുപോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് കളിയാക്കലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ എങ്ങനെ ഇടുന്ന ഡ്രസ്സ്, അതായത് സാധാരണ ഇട്ടോണ്ട് നടക്കുന്നതാണ്. ചേച്ചി എന്ത് ഡ്രസ്സ് ഇട്ടാലും കുറ്റവാ. നല്ല ഇടപാടാണല്ലോ ഇത്. എനിക്ക് തുണി കൊടുക്കാതെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് ഡ്രസ്സ് ഇടാൻ നടന്ന കുറ്റം കാണുമോ ഇവര്? അത് അവരോട് ചോദിക്കേണ്ടി വരും. അവരോടാ ചോദിച്ചത്. ഡ്രസ്സ് ഇടാതെ ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് ചോദിക്കാണ്. എങ്ങനെയാ ചേച്ചി, എങ്ങനെയാ ജനങ്ങളോട് ചോദിച്ചത്? ഡ്രസ്സ് ഇടാതെ വന്നാലും കുറ്റം പറയുമോന്നാണ് ചോദിക്കുന്നത്. അല്ല, ചില ആൾക്കാരാണ് വയറ് കാണിക്കണു, കഴുത്തിന്റെ അവിടെ കാണിക്കണമെന്നാണ്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ അല്ല മറ്റേ വീഡിയോ അപ്പൊ ലാസ്റ്റ് ആൽബത്തില് പറതിയിട്ട നടന്നു. അതിലും കുറ്റം, അതിലൊന്നും അതിലൊന്നും കാണിക്കുന്നില്ല. അതിലും കുറ്റമുണ്ട്. അല്ല, അല്ലെങ്കിൽ എന്താ കാണിക്കുന്നത് ചേച്ചി? വയറ് കാണിച്ചു. അതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കും. അത് ചുമ്മാ കാണിക്കുമല്ലേ, കൊണ്ടുവരുന്നത് പൊക്കി കാണിക്കുമല്ലേ. ഞാൻ ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഞാൻ കാണിച്ചു.
ഇനിയും കാണിക്കും അങ്ങനത്തെ ഷൂട്ട് വന്ന. ലിപ് ലോക്കും വേണേ ചെയ്യും. ലിപ് ലോക്ക് ചെയ്യത്തില്ല. ചേച്ചി പറയുന്നത് കേട്ടു, ലിപ് ലോക്ക് ചെയ്യാൻ വേണം, പക്ഷെ ചുണ്ടും തമ്മിൽ ഇങ്ങനെ ഉരുമി വേണമെങ്കിലും ഒന്ന് അഭിനയിക്കാം. ഉരുമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒന്ന് പോയേ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ജസ്റ്റ് ഇങ്ങനെ മാസ്ക് ആകുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാസ്ക് ആവുന്നൊന്നുമല്ല, വേണേ ചുണ്ടും ജസ്റ്റ് ഒന്ന്. അല്ല അതിന്റെ അടുത്തല്ല നമ്മള് പറഞ്ഞേ, അടുത്ത പറഞ്ഞ ഒരു മീഡിയം ലെവലുള്ള ഇത്, ക്ലോസ് അല്ല. അല്ല അത് ഏകദേശം ഫ്രഞ്ച് കിസിന്റെ ആ ഒരു തുടക്കം അങ്ങനെയാ എല്ലാം അല്ലേ. ഈ ക്യാമറ ഞാൻ എന്തിനാന്ന് ഇങ്ങനെ, എനിക്കത് താല്പര്യമില്ല ക്യാമറ. ഇപ്പൊ പറയാം നിങ്ങൾ ക്യാമറയ്ക്ക് പിന്നെ അതെന്റെ ഇഷ്ടമാണ്, അതെന്തേലും കണ്ടിട്ട്. അപ്പൊ ചേച്ചിക്ക് ഈ കുറച്ച് എക്സ്പോസ് ആയിട്ടൊന്നും അഭിനയിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കുറച്ച് എക്സ്പോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വയറ് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പോസ് അല്ലേ ഇപ്പോഴത്തെ എത്രയോ നടിമാരല്ലേ അങ്ങനെ. പിന്നെ എന്തുകൊണ്ടാ എന്താ രേണു ചേച്ചിനെ മാത്രം അത്തരത്തിൽ? അതാ ഞാൻ ചോദിക്കുന്നത്, രേണു ചേച്ചിന്റെ കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്ത ഒരു. എന്തിനാ ഇരുമാതിരി ഉമ്മയൊക്കെ വെക്കുന്നത്? എന്തോന്ന് അഭിനയിക്കുന്ന കാര്യല്ലേ പറഞ്ഞത്? അല്ല, അഭിനയിക്കുമ്പോൾ ഉമ്മ വെക്കണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. എന്താ ഒരു ക്യാരക്ടർ വന്നാ ഇങ്ങനെ വന്നാൽ അല്ല, എത്രയോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് പണ്ടത്തെ എത്രയോ നടിമാര് ഇത്തരത്തിൽ ഫ്രഞ്ച് കിസ് ഇപ്പോഴാണ് ഇത് ട്രെൻഡായി മാറിയത്. പണ്ടത്തെ എത്രയോ നടിമാർ വലിയ പ്രശസ്തയായത് ഈ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയറ് കാണിച്ചിട്ടോ ഒന്നും അല്ലല്ലോ, അവരുടെ കഴിവ് കൊണ്ടാണ് പ്രശസ്തയായത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ചേച്ചി പ്രശസ്തയാകാൻ വേണ്ടിയാണോ ഈ എക്സ്പോസ് ആണ്? ചേച്ചിയുടെ കഴിവിൽ ചേച്ചിക്ക് വിശ്വാസം ഇല്ലേ? കഴിവില് എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു മോഡലും കൂടെ ആണ്. ഇപ്പം കുറച്ച് മോഡലിംഗ് ചെയ്തോണ്ട് ഞാൻ മോഡലും കൂടെ ഞാനത് പറയുന്നു. ഫാഷൻ റാമ്പിലൊക്കെ കാണുമോ ചേച്ചിനെ? പ്രാവശ്യം കണ്ടായിരുന്നു. രജിസ്റ്റാറുമായിട്ടല്ലേ? രജിസ്റ്റാറിനെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. ജിൻഡോ ആയിട്ട് ചെയ്തല്ലോ, ഇങ്ങനെ റാമ്പില് നടന്നല്ലോ. ജിൻഡോ ആയിട്ടും പോയിരുന്നു. അതെനിക്ക് അത്ര കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല, അത്ര വൈറലായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആര് പറഞ്ഞു? രജിസ്റ്റാറിനെയാണോ ജിൻഡോനെയാണോ കൂടുതൽ ഇഷ്ടം? രജിത്തേട്ടൻ ഒരു ചേട്ടനെ പോലെ, ജിൻഡോ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം, ഇവനും ഉണ്ട്, ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ദയാവതം. ഞങ്ങൾ 4 പേരും ഉണ്ട് അതിൽ. ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പം സ്വാഭാവികമായിട്ടും ഈയിടെ ഒരു സ്ത്രീയുടെ ചെറിയൊരു പരാമർശം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയായിരിക്കും. ആ സ്ത്രീയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ഒരു ബിഗ് ബോസ് താരമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വളരെ രീതിയിൽ അപമാനിച്ചുകൊണ്ടുള്ള ഒരു ഇത് കണ്ടു. അതായത് പ്രതീഷ് ബ്രോ ചേച്ചിക്ക് ചോറ് വാരി കൊടുക്കുന്നു, അതുപോലെ തിരിച്ച് ചേച്ചി പ്രതീഷ് ബ്രോയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുധിച്ചേട്ടന് ചേച്ചി വാരി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. അതിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേച്ചീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേച്ചീനെ വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നു. അതിനെന്താ ചേച്ചിക്ക് പറയാനുള്ളത്, അഭിപ്രായം എന്ന രീതിയിൽ? ചേട്ടൻ എന്റെ ഭർത്താവല്ലായിരുന്നു, ആള് മരിച്ചിട്ട് 2 വർഷമായി. ആളെ ഇപ്പൊ പിടിച്ചോണ്ടൊന്ന് ആള് മരിച്ചിട്ട് 2 വർഷം എന്ന് പറയുമ്പോ എന്താണ് 2 വർഷമായി. ഇപ്പൊ ഞാൻ വാരി കൊടുക്കാൻ പറ്റുമോ എടുത്തിട്ട്? അതല്ലേ അവളെ വെച്ചത്. ആളെ എടുത്തിട്ട് സുധിച്ചേട്ടനെ വാരി കൊടുക്കാൻ പറ്റാത്തതാണോ പ്രതീഷിന് വാരി കൊടുക്കുന്നത്? അങ്ങനെയാണ്. സുധിച്ചേട്ടൻ ഭർത്താവല്ലേ, പ്രതീഷ് എന്റെ അനിയൻ. ചേച്ചി പറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞ മറുപടിയാണ് അത്. അതായത് എന്റെ സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, 2 വർഷമായി. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് വാരി കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ടോണാണ് അല്ലേ പ്രതീഷ് ബ്രോക്ക് എന്താ തോന്നിയത്? അല്ല, അങ്ങനെ ആ വ്യക്തി പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആള് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇവര് 2 അങ്ങോട്ടും ഇങ്ങോട്ട് വാരി കൊടുക്കുന്നുണ്ട്. അവരിപ്പോ രേണു ചേച്ചി ആണെങ്കിൽ സുധിച്ചേട്ടന് വാരി കൊടുക്കണം. ഞാൻ ഇതുവരെ കണ്ടില്ല. പ്രതീഷ് ആണെങ്കിൽ അമ്മൂര് വൈഫിന് വാരി കൊടുത്തിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ അതിൽ റിയാക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സുധിച്ചേട്ടനും രേണു ചേച്ചി ഇങ്ങനെ ബെഡ്റൂമിൽ വന്നിട്ട് ഈ പറഞ്ഞ വ്യക്തി ഒളിഞ്ഞു നോക്കിയാൽ അത് കാണാൻ പറ്റുള്ളൂ. ആള് പറഞ്ഞത് ആള് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ വൈഫായിട്ട് സംസാരിക്കുന്നത് മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായി, ഇപ്പൊ ഞങ്ങൾ പല പ്രശ്നം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അതിപ്പം മറ്റൊരാളുടെ മുന്നിലേക്ക് കൊണ്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു ചോറത്തിരി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം അവിടെ സംസാരിക്കേണ്ട വിഷയം അതിലില്ല. ഞാൻ ഓൾറെഡി അത് കൊടുക്കുമ്പോ തന്നെ ഓൾറെഡി ഞാൻ പറയുന്നുണ്ട്, എന്റെ ഒരു ചേച്ചി എന്ന് കണ്ടതിന് ശേഷം അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ വീണ്ടും വളച്ചൊടിച്ചിട്ട് വൈഫിനെ അടക്കം പറഞ്ഞു. വൈഫ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈഫ് നല്ല പറഞ്ഞു, എന്റെ ഭർത്താവിനെ എനിക്കറിയാം, നിങ്ങളുടെ കാര്യം നോക്കാൻ പെൺപിള്ളെ പറഞ്ഞു. അതിന് വലിയ മറുപടി ഇല്ലല്ലോ. എല്ലാവർക്കും പ്രശ്നം വൈഫ് എന്ത് വിചാരിക്കും, വൈഫിന് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും, അല്ലെ വൈഫ് വിഷമം. അങ്ങനെയാണെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, വൈഫിന് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്, ഒരു സംശയവും ഇല്ല?
ലെവലേശം പുറകോട്ട് പോകുക ഇല്ല ഇല്ല 100%. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു കോൾ ചെയ്യാൻ പറ്റുമോ വൈഫിന്? ആ ഭാര്യയെ വിളിച്ചിട്ട് നിങ്ങളെ വാഗമണിൽ വെച്ചൊരു മോശം അല്ലല്ല അത് നമുക്ക് വിളിക്കാം നമ്മുടെ ഇവിടെ നാളുണ്ടല്ലോ വിളിക്കാം. ചാനലിൽ നമ്മൾ വിളിക്കുകയാണ് ഇന്ന പോലെ നിങ്ങളെ വളരെ ഒരു മോശം സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ തന്നെ ചെയ്താലോ, വളരെ മോശം സാഹചര്യത്തിൽ താങ്കളെ കാണുകയും നിങ്ങൾ രണ്ടുപേരെയും കാണുകയും ആ വാഗമണിൽ കാണുകയും ഫോൺ ഞങ്ങളിപ്പോ ജനങ്ങളാ, അവിടുത്തെ പൊതുജനങ്ങളാ, നിങ്ങളെ ഒരു ഇത് ഞങ്ങള് എന്താ പറയുക സദാചാര ഗുണ്ടായിസം കാണിച്ച് നിങ്ങളെ ഫോൺ തട്ടിപ്പറിച്ച് ഞങ്ങള് ഭാര്യനെ വിളിക്കുകയാണ് എന്ന രീതിയിൽ, ആ രീതിയിൽ ഞങ്ങള് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആദ്യം എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നാണ്, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ തമ്മിൽ സിങ്ക് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ, എന്തായിരിക്കും റിയാക്ഷൻ എന്നാ വിശ്വസിക്കുന്നത്? വിളിച്ചു നോക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് വിളിച്ചു നോക്കി ഞാൻ പറയാനേക്കായിട്ട് നല്ലത് നേരിട്ടത്. അല്ല എങ്കിൽ പോലും എന്തായിരിക്കും? മൂപ്പർക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഷൂട്ടിനെ വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം മനസ്സിലാവും. പിന്നെ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ദേഷ്യപ്പെടുമായിരിക്കും. എന്നെ അല്ല ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക. ഹലോ ഹലോ, ഇത് പ്രതീഷിന്റെ വൈഫാണോ? ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളത്? ആണോ? നിങ്ങളുടെ ഭർത്താവ്? അതെ നിങ്ങളുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അതായത് നിങ്ങളുടെ ഭർത്താവിനെയും വേറൊരു സ്ത്രീയെയും ഞങ്ങളിവിടെ വളരെ മോശമായ രീതിയിൽ കണ്ടു, വളരെ മോശമായ രീതിയിൽ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കട്ടൻസ് പണിക്കാരാ. എൻ്റെ പേര് തിലോത്തമൻ എന്നാണ്, തിലോത്തമൻ. ഹലോ ഹലോ കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നേ പോലെ മോശമായിട്ട് രീതിയിൽ കണ്ടപ്പോൾ ഞാനിപ്പോൾ ഫോൺ മേടിച്ച് നിങ്ങളെ വിളിക്കുന്നതാണ്. ഇപ്പൊ ഇത് വാഗമണ്ണിന്നാണ് ഞാൻ വിളിക്കുന്നത്. എറണാകുളത്തുനിന്ന് വാഗമണ്ണിന് ഇത്രയും ദൂരമൊന്നും ഇല്ലല്ലോ. ചിലപ്പോ അങ്ങോട്ട് പോയതാണെങ്കിലോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ മോശമായ ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് വല്ല വട്ടുവല്ലോ ഉണ്ടോ നിങ്ങളെ അയാളുടെ ഫോണിനെ പിടിച്ചു പറിച്ച് മേടിച്ച് നിങ്ങളെ വിളിച്ച് ഇങ്ങനെ പറയാൻ? ഇതുപോലെ മോശമായ സാഹചര്യത്തിൽ കോലാലമേട് പള്ളിയുടെ തൊട്ട് താഴെ വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട് ഒരു കാറിന്റെ അകത്ത്. ആള് മാറിപ്പോയെങ്കിൽ എങ്ങനെയാണ് മേഡം നിങ്ങളുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്? നിങ്ങൾ പൊട്ടി വല്ലോ ആണോ? ഏട്ടൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക, കെട്ടിയിട്ടിരിക്കുക. എവിടെ കൊടുക്കാൻ? ചേച്ചിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നിലവില് കണ്ടിരിക്കുന്നത് മറ്റേ അതിനുശേഷം ഇവിടെ കുറെ പേര് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവര് ഏതൊക്കെ ആൽബം ഒക്കെ ചെയ്യുന്ന എന്തോ രേണു ചേച്ചി ചിരിച്ച് നശിപ്പിച്ച്. സത്യം പറഞ്ഞാൽ ഞങ്ങള് ചാനലിൽ നിന്ന് ഒരു പ്രാങ്ക് കോൾ ചെയ്ത കേട്ടോ. ഞാൻ ഇവര് സത്യത്തിൽ ഇങ്ങനെ പോയെന്ന് വല്ലതും യഥാർത്ഥത്തിൽ ആരെങ്കിലും വിളിച്ചാൽ എന്തായിരിക്കും ചേച്ചിയുടെ ഒരു പ്രതികരണം? എന്തായിരിക്കും? അത്രയും വിശ്വാസ ഭർത്താവിനെ? ജേണു ചേച്ചിനെയോ? നല്ല വിശ്വാസം അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒരു ചേച്ചി ചിരിച്ചില്ലായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയനെ. ചേച്ചി ചിരിച്ച് നശിപ്പിച്ച്. അല്ല ഇവിടെ രേണു ചേച്ചി കൊടുക്കാം. എന്തെങ്കിലും സംസാരിക്കണുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് പൊതുവെ ജനങ്ങൾക്കൊരു ഒരു സംസാര വിഷയമാണ്. അതൊന്നും ജനങ്ങൾ എങ്ങനെയാണെന്ന് അറിയട്ടെ. എന്നാ അമ്മേ എന്തെടുക്കുവാടി? ഓടാ കുഞ്ഞെന്തിയേ? എടി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവള് പോയപ്പോ. എന്നെ കൊറേ ഉമ്മയൊക്കെ തന്നിട്ടില്ലേ കുഞ്ഞ് പോയത്? ഇവിടെ വന്നിട്ട് ഇവിടെ അമ്മോടും പറയണ്ടായിരുന്നു ചേച്ചിന് ഭയങ്കര ഇഷ്ടമായി. റിതപ്പന്റെ കേസൊക്കെ ഇവിടെ പറയാ. അത് നമുക്ക് വരും വഴി ആലോചിക്കാം. അതാണ് ശരിയടാ, അവന്റെ കൊടുക്കാം. ശരി വിളിക്കാട്ടോ. അപ്പൊ പുതിയൊരു തുടക്കം. ഞാൻ ഇതിൽ പരം ചമ്മാനില്ല. കാരണം ഇത്രത്തോളം സ്നേഹിക്കുക, ഇത്രത്തോളം വിശ്വസിക്കുക ചെയ്യുന്ന ഒരു ഭാര്യയെ കിട്ടിയ താങ്കൾ വളരെ വളരെ ഭാഗ്യവാനാണ്. ഓക്കെ. അപ്പൊ നമ്മൾ അതിൻ്റെ ചമ്മിപ്പോയി. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയിരുന്നത്? ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഭാര്യയുടെ ഒരു ടോക്ക് വന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് കടന്നത്
അല്ല ചേച്ചിയുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിയോട് ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അല്ല ചേച്ചി ചോദിക്കാൻ കാരണം, ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി ഇതുപോലെ എന്താ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ചേച്ചിക്ക് എത്ര എമൗണ്ട് ഉണ്ട്, അഡ്വാൻസ് വന്നിട്ടുണ്ട്. അത് കാണിക്കണ്ട, അത് കാണിക്കാൻ പറഞ്ഞില്ലല്ലോ, ഒരിടത്ത് കാണിച്ചു പോയില്ലേ. ചേച്ചിയുടെ പ്രൊഫൈൽ പിക്ചർ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഏത് പ്രൊഫൈൽ? ചേച്ചിയുടെ എന്താ, അതായത് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ പിക്ചർ ഓൾറെഡി സുധിച്ചേട്ടനാണല്ലോ. ഞാൻ ചോദിച്ചത് അതായത് നമ്മുടെ വാൾപേപ്പർ എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് കാണിക്കാം. ആണോ? ഒന്ന് കാണിച്ചു. ഈ പൊട്ടഫോൺ നിങ്ങളെ കാണിച്ചിട്ട്. ഓക്കെ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ലോക്ക് അഴിക്കുമ്പോൾ വരെ ഇതെന്താ വരാത്ത? വേണ്ടേ? സുധിച്ചേട്ടൻ തന്നെയാണല്ലേ എല്ലായിടത്തും? ഫേസ്ബുക്കിലും എല്ലായിടത്തും? ഞാൻ അവിടെ പോകുമ്പോഴത്തേനും വീഡിയോക്കാരൻ സൂചാണ്ട ഫോട്ടോ. അല്ല, ഫേസ്ബുക്കിലും എല്ലായിടത്തും? ഫേസ്ബുക്ക് എന്റെ സൂചാണ്ടയാണോ? ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ കയറാറില്ല. ഈ ഇൻസ്റ്റായിൽ ഇടുമ്പോൾ അതങ്ങ് കയറി പോകുന്ന. ഇപ്പോഴും മനസ്സിലും ഫോണിലും എല്ലായിടത്തും സുധിച്ചേട്ടൻ തന്നെയാണ്. അതെ, അങ്ങനെ തന്നെ തുടരട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കാനുള്ളൂ. ഒരൊറ്റ ചോദ്യം. വാട്സപ്പിൽ അവസാനം അയച്ച മെസ്സേജ്? വാട്സപ്പിൽ ആർക്കാ അയച്ചു? ആർക്കാണ് അയച്ചെന്നുണ്ട്? നോക്കട്ടെ. ഡിലീറ്റ് ആക്കല്ലേ? ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ തൻസീർ ആരൊക്കെ കൊളാബ് ചെയ്യുന്നതാണ്. ഇതെന്റെ തൻസീർ കൂത്തുപറമ്പിൽ അല്ലേ? മാപ്പിള ആൽബത്തിലെ തൻസീർ കൂത്തുപറമ്പിൽ. അവസാനമായി വിളിച്ച കോളോ? ആതിര ഇപ്പം വിളിച്ചോണ്ടിരിക്കുന്നു. ആതിര വിളിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, അത് കട്ട് ചെയ്തു. ഒരൊറ്റ ചോദ്യം കൂടി അവസാനിച്ചു. ഗൂഗിളിലെ അവസാനത്തെ സെർച്ച്? ഗൂഗിളിലെ അവസാനം ഡിലീറ്റ് ചെയ്യാൻ പറ്റിയല്ല. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ? തുറന്ന പുസ്തകമല്ലേ ചേച്ചി? ഒന്നും വിളിക്കാനില്ല ചേച്ചിക്ക്, എല്ലാം തുറന്ന പുസ്തകം. ഇതിന്റെ സെർച്ച് വരുന്നില്ലല്ലോ. അത് വരികയില്ല. വേണ്ട കൊല്ലസുതി. അത് വരില്ല. കൊല്ലസുതി നോക്ക്. അല്ല, അത് അവസാനത്തല്ല. ഈ ഇവിടെ ക്ലിക്ക് ചെയ്തേ, സെർച്ചിലൊന്ന് ക്ലിക്ക് ചെയ്യ്. അപ്പൊ എന്താണ് സെർച്ച് ഹിസ്റ്ററി? വേണ്ട കൊല്ലസുതി. ഓ, അത് ഞെട്ടിച്ച് കേട്ടോ. അത് ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച്. അത് ശരിക്കും ഞെട്ടിച്ച്. ഈ സമയം കൊണ്ട് ഇപ്പൊ കൊല്ലസുതി എഴുതിയതാണോ എനിക്ക് ഇല്ല. മാസിക തന്നെ. അതായത് ഗൂഗിളില്, ഫോണില്, ഹൃദയത്തില്, മനസ്സില് എല്ലാം കൊല്ലം സുധിച്ചേട്ടൻ തന്നെയാണ്. നല്ല കാര്യം.